ഹലോ ഗായ്സ്, നപ്പുക്കുട്ടനാണെങ്കിൽ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് ഞങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്തതാണ് ഗായ്സ്. പക്ഷെ നല്ല മഴയായതുകൊണ്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ കയറി ഇരിക്കുകയാണ്. അവനാണെങ്കിൽ അച്ചാർ റംബൂട്ടാനൊക്കെ പറിച്ച് കൊടുത്ത് അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളങ്ങനെ പാർക്കിലെത്തി. വൈക്കത്തുള്ള പാർക്കിലാണ്, കായലിൻ്റെ തീരത്താണ്. നല്ല അടിപൊളിയാണ് ഗായ്സ്. അത് മുനിസിപ്പാലിറ്റിയുടെ പാർക്കാണ്. ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ ആയതുകൊണ്ട് അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. എന്നാലും കായലിൻ്റെ തീരത്തായതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. അന്നേണ്ട് ഓരോ റൈഡിൽ ചെന്ന് മാറി മാറി കയറുകയാണ് ഗൈസ്. അവൻ ഓരോ റൈഡ് കയറുമ്പോഴും അവൻ ഭയങ്കര ഹാപ്പിയാണ്. പെട്ടെന്ന് അവനൊരു ആഗ്രഹം പറഞ്ഞതാണ്, പെട്ടെന്നൊന്ന് പാർക്കിലൊന്ന് പോകണമെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് അച്ഛ വന്ന്, അച്ഛയാണെങ്കിൽ അവനെയും കൂട്ടി പോവാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഒന്നിച്ച് പോയതാണ് ഗൈസ്. അവിടെ അടുത്ത് തന്നെ ഒരു ബജ്ജിക്കട ഉണ്ടായിരുന്നു. ഒരു ചേച്ചി നടത്തുന്നതാണ്, നല്ല സ്നേഹമുള്ള ചേച്ചിയാണ്. അവനാണെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്, കോളിഫ്ലവർ ബജ്ജി. അങ്ങനെ ഞങ്ങൾ ഒരു കോളിഫ്ലവർ ബജ്ജിയും കടലയും ഒക്കെ അവിടെ നിന്ന് മേടിച്ച്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. സോസ് മുക്കി കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളത് മേടിച്ച് കായലിൻ്റെ തീരത്ത് വന്നിരുന്ന് കഴിച്ച്. അവിടെയാണ് അതിൻ്റെ ജങ്കാറൊക്കെ പോകാൻ വേണ്ടി തുടങ്ങുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോട്ടുകൾ വരുന്നുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. രാത്രിയാണ് തന്നെ തിരക്ക് കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് കണ്ടൊരു ഡബിൾ ഡെക്കർ ബസ്സിലാണ് കയറിയത്. ഡബിൾ ഡെക്കർ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതൊരു ഹോട്ടലാണ്. ശരിക്കും ഒരു അടിപൊളി ആംബിയൻസ് ഒക്കെ കിട്ടുന്ന ഒരു സൂപ്പർ സ്ഥലമാണെന്ന് തന്നെ പറയാം. ഭക്ഷ്യ സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു. എന്നാലും ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയതാണ് ഗൈസ്. ഐസ്ക്രീം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 3 ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് ഗൈസ് വാങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അടിപൊളി ഒരു സെറ്റപ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയാം. അതേപോലെയാണ്. നമ്മൾ പുറത്തിറങ്ങി നോക്കിക്കഴിയുമ്പോൾ ജസ്റ്റ് ഒരു വണ്ടി പോലെ ഫീൽ ചെയ്യും. എന്നാൽ അലങ്കരിച്ച് വയ്ക്കുന്നതും അതിൻ്റെ ലൈറ്റ് എഫക്റ്റും ഒക്കെ ശരിക്കും അടിപൊളിയാണ്. അപ്പൂസിന് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ സാധനങ്ങളൊക്കെ തീർന്നായിരുന്നതുകൊണ്ട് കാര്യമായിട്ടൊന്നും മേടിക്കാനൊന്നും പറ്റിയില്ല. എന്നാലും അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെ പറയാം. ഞങ്ങൾ താഴത്തെ ഒരു നിലയിലാണ് ഇരുന്നത്. പക്ഷേ മേളിലോട്ട് ഡബിൾ ഡെക്കർ ബസ് ആയതുകൊണ്ട് തന്നെ മേളിലിരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല പുറത്തിരിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബൈക്കത്തു നിന്ന് തിരിച്ചു പോരുകയാണ് ഗൈസ്. പോരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു ഹോട്ടലിൽ കയറി. ശരിക്കും അടിപൊളി ഫുഡായിരുന്നു. അപ്പൂസിന് പൊറോട്ടയും, അപ്പൂസും അച്ഛൻ പൊറോട്ടയാണ് കഴിച്ചത്, ചില്ലി ചിക്കനും. എനിക്ക് കപ്പ ബിരിയാണി മതി എന്ന് പറഞ്ഞ് കപ്പ ബിരിയാണിയും മേടിച്ചു. ശരിക്കും അടിപൊളി ഒരു യാത്രയായിരുന്നു തന്നെ പറയാം. അപ്പൂസ് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയതെങ്കിലും ശരിക്കും ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് ഹാപ്പിയായി. അപ്പൂസാണെങ്കിൽ പറയണ്ട, അതിപ്പരം അവന് വേറൊരു സന്തോഷം ഇല്ലെന്നുള്ളതായി. Thank you for watching.